ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാൻഡിഡേറ്റ്സ് എഴുതാറുണ്ട് പേഷ്യൻ്റ് ഹാസ് ഡ്രിങ്കിങ് ഹാബിറ്റ്, പേഷ്യൻ്റ് ഈസ് എ ഡ്രിങ്കർ ആൻഡ് സ്മോക്കർ. ഈ ഡ്രിങ്കർ ആൻഡ് സ്മോക്കർ എന്നുള്ള വേർഡ്സോ സെൻറ്റൻസസോ നിങ്ങൾ യൂസ് ചെയ്യരുത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സെൻറ്റൻസ് നോക്കാം, ഹീ ഈസ് ഓവർ വെയ്റ്റ് വിത്ത് BMI ഓഫ് 28. BMI മെൻഷൻ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഓവർ വെയ്റ്റ് എന്നുള്ള യൂസേജ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റൽ. ഇങ്ങനെ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് എഴുതും എന്നുള്ള കാര്യത്തിൽ ഒത്തിരി അധികം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒത്തിരി അധികം കാൻഡിഡേറ്റ്സിന് കൺസേൺസ് ഉണ്ട്. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ വീഡിയോ. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ കാര്യം നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് സെയിം പ്ലീസ് തന്നെ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൈൻഡ്ലി തന്നെ യൂസ് ചെയ്തിട്ട് അത് തന്നെ എല്ലാ സെൻറ്റൻസിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. റെപ്പിറ്റേഷൻസ് ഒഴിവാക്കുക. നമുക്ക് ഇത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഏത് ഫ്രേസ് യൂസ് ചെയ്തും നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കമെൻഡേഷൻ സെൻറ്റൻസ്. ഹായ് എവ്രിവൺ, എൻട്രി OETയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, വിച്ച് ഈസ് വി ആർ ഗോയിങ് ടു ലേൺ സം സെൻറ്റൻസസ് ഇൻ OET വി ക്യാൻ യൂസ് ഇൻ OET റൈറ്റിംഗ്. അപ്പോൾ OET റൈറ്റിങ്ങിൽ എല്ലാവർക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ് ഫ്രെയിം ചെയ്യേണ്ടത്, എന്തൊക്കെ ഇൻഫർമേഷനാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതുപോലെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ്, അങ്ങനെ ഒരു ലെറ്റർ കംപ്ലീറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് വരേണ്ടത്, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ ഈ ചാനലിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദോസ് വിൽ ഹെൽപ്പ് യു ടു ഫ്രെയിം എ ലെറ്റർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒത്തിരി പേർക്കുള്ള വേറൊരു ബുദ്ധിമുട്ടാണ്, ഓക്കെ ഏതൊക്കെ ഇൻഫർമേഷനാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നറിയാം, പക്ഷെ അതെങ്ങനെ ഒരു സെൻറ്റൻസ് ആയിട്ട് ലെറ്ററിൽ കൺസ്ട്രക്ട് ചെയ്യും, എങ്ങനെ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് എഴുതും എന്നുള്ള കാര്യത്തിൽ ഒത്തിരി അധികം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒത്തിരി അധികം കാൻഡിഡേറ്റ്സിന് കൺസേൺസ് ഉണ്ട്. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ വീഡിയോ. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ കാര്യം നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊരു ലെറ്റർ എഴുതുമ്പോഴും ഈ ഒരു സെൻറ്റൻസ് ഫോർമേഷൻ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നിങ്ങൾ നേരിടുന്ന അല്ലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ സോഷ്യൽ ഹിസ്റ്ററി, അതുപോലെ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്, അങ്ങനെ ഓരോ സിറ്റുവേഷനിലും ഏത് രീതിയിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. അത് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും സിറ്റുവേഷനോ ടോപ്പിക്സോ മാറുന്നതല്ലാതെ ഈ ഒരു എക്സാക്ട് സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സെൻറ്റൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ലേൺ കോമൺ സെൻറ്റൻസസ് ടു മെൻഷൻ സോഷ്യൽ ഹിസ്റ്ററി ഇൻ OET റൈറ്റിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ഹിസ്റ്ററി മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ വീഡിയോ നിങ്ങൾ ത്രൂ ഔട്ട് കാണുക. സോ ഏതൊക്കെ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കും. സോ ഇത് നിങ്ങളെ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. സോ വീഡിയോ ത്രൂ ഔട്ട് എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. സോ വിൽ സ്റ്റാർട്ട്. സോ പേഴ്സണൽ ഹിസ്റ്ററി ആൻഡ് ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. ഓക്കെ, ഒബ്വിയസ്ലി കോമൺ സെൻറ്റൻസസ് മെൻഷൻ സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ വരാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട്? പേഴ്സണൽ ഹിസ്റ്ററി, പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഹാബിറ്റ്സോ, പേഴ്സണൽ ഹിസ്റ്ററി, പേഷ്യൻ്റ് ഫാമിലിയുടെ കൂടെയാണോ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് പേഷ്യൻറ്റിൻ്റെ അല്ലേ. പേഷ്യൻറ്റിന് വൈഫുണ്ടോ, വൈഫില്ലയോ, കൂടെ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെ പേഴ്സണൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ പേഴ്സണൽ ഹിസ്റ്ററി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ലെറ്ററിൽ എങ്ങനെ ഈ പേഴ്സണൽ ഹിസ്റ്ററി അതോടൊപ്പം തന്നെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഹാബിറ്റ് പേഷ്യൻറ്റിനുണ്ടെങ്കിൽ ആ ഹാബിറ്റും അതുപോലെ പേഷ്യൻ്റെ പേഴ്സണൽ ഹിസ്റ്ററിയും എങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ പേഷ്യൻറ്റിൻ്റെ പേര് വിൽ ടേക്ക് ഇറ്റ് ആസ് മിസ്റ്റർ ജേക്കബ്. അത് ഏത് പേഷ്യൻ്റ് ആയാലും ഓക്കെയാണ്. പേഷ്യൻറ്റിൻ്റെ പേര് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ലീവ്സ് വിത്ത് ഹിസ് വൈഫ്. അപ്പോൾ ഇവിടെ ഒത്തിരി പേര് ഗ്രാമാറ്റിക്കൽ എറർസ് വരുത്താറുണ്ട്. ലിവിങ് വിത്ത് ഹിസ് ലൈഫ്, ലീവിങ് അലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. സോ വൈഫ് മാത്രമാണ് അയാളുടെ കൂടെ ഉള്ളത്. പേഷ്യൻ്റ് വൈഫിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പേര് ഇവിടെ ചേഞ്ച് ആയിട്ട് വരും. ഞാനൊരു പേര് യൂസ് ചെയ്തതേ ഉള്ളൂ. സോ മിസ്റ്റർ ജാക്കബ് ലിവ്സ് വിത്ത് ഹിസ് വൈഫിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അത് പേഷ്യൻറ്റിൻ്റെ ഒരു പേഴ്സണൽ ഹിസ്റ്ററിയാണ്. അല്ലെങ്കിൽ തോമസ് വൈഫിൻ്റെ കൂടെ അല്ല, പേഷ്യൻ്റ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിവ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എസ് ഫോം അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലീവ് അലോൺ എന്ന് പറയാൻ പാടില്ല. അതെല്ലാവരും വരുത്തുന്ന ഒരു ഗ്രാമാറ്റിക്കൽ എററാണ്. സോ മിസ്റ്റർ തോമസ് ലിവ്സ് അലോൺ അല്ലെങ്കിൽ ലിവ്സ് വിത്ത് ഹിസ് വൈഫ്. അപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എന്ത് തരത്തിലുള്ള പേഴ്സണൽ ഹിസ്റ്ററി ആയാലും നിങ്ങൾക്ക് ഈ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്.
അതുപോലെ ഇവിടെ വേറൊരു സിറ്റുവേഷൻ, വിഡോ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ 3 തരത്തിലുള്ള പേഴ്സണൽ ഹിസ്റ്ററി ആണ് പേഷ്യൻ്റ് ഉണ്ടാവാറ്. ഒന്നില്ലെങ്കിൽ പേഷ്യൻ്റ് വൈഫിൻ്റെ കൂടെ ആയിരിക്കും, അതർവൈസ് പേഷ്യൻ്റ് ഒറ്റയ്ക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഒറ്റയ്ക്കാണ്, പിന്നെ പേഷ്യൻ്റ് വിഡോ ആണെന്നുള്ളത് കൂടെ നമ്മൾക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. മിസ്സസ് അബ്രാം ഇസ് വിഡോ ആൻഡ് ലിവ്സ് അലോൺ. വിഡോ ആണ് ആൻഡ് ഷീ ലിവ്സ് അലോൺ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഈ 3 സിറ്റുവേഷനിലും പേഷ്യൻ്റെ പേഴ്സണൽ ഹിസ്റ്ററി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഇതുപോലെ തന്നെ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. Now we'll move to some other sentences about the personal history itself. പേഷ്യൻറ്റിൻ്റെ ഡിവോഴ്സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം. മിസ് തോംസൺ ഈസ് എ ഡിവോഴ്സി ആണെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി പേഷ്യൻറ്റിൻ്റെ ഹാബിറ്റ്സിനെ കുറിച്ചുള്ള ഹിസ്റ്ററീസ് എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വോഡ്ക ഡെയിലി 10 units ഓഫ് വോഡ്ക കഴിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. സോ അത് നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഹി കൺസ്യൂംസ് 10 units ഓഫ് വോഡ്ക എവറി ഡേ. 10 units ഓഫ് വോഡ്ക പേഷ്യൻ്റ് കൺസ്യൂം ചെയ്യാറുണ്ട്. ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാൻഡിഡേറ്റ്സ് എഴുതാറുണ്ട് പേഷ്യൻ്റ് ഹാസ് ഡ്രിങ്കിങ് ഹാബിറ്റ്, പേഷ്യൻ്റ് ഈസ് എ ഡ്രിങ്കർ ആൻഡ് സ്മോക്കർ. ഈ ഡ്രിങ്കർ ആൻഡ് സ്മോക്കർ എന്നുള്ള വേർഡ്സോ സെൻറ്റൻസസോ നിങ്ങൾ യൂസ് ചെയ്യരുത്. അതൊരു ജഡ്ജ്മെൻ്റൽ അപ്രോച്ചാണ്. അത് എൻറ്റയർലി അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ തരത്തിൽ പേഷ്യൻറ്റിൻ്റെ ഹാബിറ്റ് ഹിസ്റ്ററി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി കൺസ്യൂംസ്, പേഷ്യൻ്റ് കൺസ്യൂം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അയാൾ ഡ്രിങ്കർ ആണെന്നല്ല, കൺസ്യൂം ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് വളരെ ജഡ്ജ്മെൻ്റൽ അല്ലാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാണ്. ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് കൺസ്യൂമിങ് ആൽക്കഹോൾ. എഗെയിൻ പേഴ്സണൽ ഹിസ്റ്ററി പ്രസൻറ്റ് ചെയ്യുന്ന മറ്റൊരു സെനാരിയോ ആണ്. പേഷ്യൻറ്റിന് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംഷൻ്റെ ഹാബിറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സ്മോക്കറാണ് ഡ്രിങ്കർ ആണെന്നല്ല, ഹാബിറ്റ് ഉണ്ട്. ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് കൺസ്യൂം ആൽക്കഹോൾ. ഇങ്ങനെയാണ് നിങ്ങൾ പാസ്റ്റ് ഹാബിറ്റൽ ഹിസ്റ്ററി, ഹാബിറ്റിനെ കുറിച്ചുള്ള ഹിസ്റ്ററീസ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡ്രിങ്കറാണ് സ്മോക്കറാണെന്നുള്ള രീതിയിൽ അത് മെൻഷൻ ചെയ്യാതിരിക്കുക. ഹി ഹാസ് ബീൻ സ്മോക്കിംഗ് ഫോർ പാസ്റ്റ് 14 years. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ട്. അത് സ്മോക്കിംഗ് ആയിരിക്കാം, ഡ്രിങ്കിങ് ആയിരിക്കാം. സോ ഹി ഹാസ് ബീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും കുറേ നാളത്തെ ഹിസ്റ്ററി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഹി ഹാസ് ബീൻ സ്മോക്കിംഗ് ഫോർ പാസ്റ്റ് 14 years. സ്മോക്കറാണെന്നൊന്നും നമ്മൾ എഴുതുന്നില്ല, ഹാബിറ്റ് ഉണ്ട്, 14 വർഷമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ട്. ഹി ഹാസ് ബീൻ സ്മോക്കിംഗ് ഫോർ പാസ്റ്റ് 14 years. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് എപ്പോഴാണ് എഴുതാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇയറോ ടൈമോ ഒക്കെ തന്നിട്ട് ഇത്രയും നാളായിട്ട് പേഷ്യൻ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വരുമ്പം യു ക്യാൻ യൂസ് ദിസ് സെൻറ്റൻസ്. ഇനി പേഷ്യൻറ്റിനെ വെയിറ്റ് മെൻഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം അവിടെയും കുറേ ആൾക്കാർ ഓവർ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. ആ ഒരു സെനാരിയോയിൽ എങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. So his weight is significantly higher than his ideal body weight. ഓവർ വെയ്റ്റ് ആണെന്നുള്ളത് കുറച്ച് പൊളൈറ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുവാണ്. ഓവർ വെയ്റ്റ് ആണെന്ന് എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ് മെൻഷൻ ചെയ്യാതെ പേഷ്യൻറ്റിന് വെയ്റ്റ് ഉണ്ട്, അത് പേഷ്യൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഡീൽ ബോഡി വെയ്റ്റിനും കുറച്ച് കൂടുതലാണ്, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ പൊളൈറ്റ് ആൻഡ് ജഡ്ജ്മെൻ്റൽ അല്ലാത്ത രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സെൻറ്റൻസ് നോക്കാം. ഹി ഈസ് ഓവർ വെയ്റ്റ് വിത്ത് BMI of 28. BMI മെൻഷൻ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഓവർ വെയ്റ്റ് എന്നുള്ള യൂസേജ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ, ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റൽ. സോ വെയ്റ്റ് പേഷ്യൻറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ബോഡി വെയ്റ്റ് ഉണ്ടല്ലോ ഹൈറ്റിനനുസരിച്ചിട്ട്, അതിലും കൂടുതലാണെന്ന് മെൻഷൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സേഫ് ആൻഡ് കുറച്ചുകൂടെ ബെറ്റർ വേ ടു പ്രസൻറ്റ് ഇറ്റ്. സോ ഹിസ് വെയ്റ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ഹിസ് ഡീൽ ബോഡി വെയ്റ്റ്, സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ബോഡി വെയ്റ്റ്, അങ്ങനെ എഴുതുന്നതായിരിക്കും. ഈ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് റൈറ്റ്. ഈ രീതിയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇത് റോങ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് എ ജഡ്ജ്മെൻറ്റൽ വേ ഓഫ് അപ്രോച്ചിങ് പേഷ്യൻ്റ് ഓവർ വെയ്റ്റ് ആണെന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പകരം ഡീൽ ബോഡി വെയ്റ്റിനും കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളൊരു ബോഡി വെയ്റ്റ് ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ നൗ കുറച്ചുകൂടെ സിറ്റുവേഷണൽ സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം, വിച്ച് ഈസ് ഹൗ ടു മെൻഷൻ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇൻ OET റൈറ്റിംഗ്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് സോഷ്യൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഡ്രിങ്കിങ് അല്ല എന്ത് തരത്തിലുള്ള ഹാബിറ്റ് ആണെങ്കിലും അതെങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എഴുതാമെന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി സെൻറ്റൻസസ് എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ്. ഓക്കെ, സോ സപ്പോസ് ഇൻ ലെറ്റർ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഹൈപ്പർ ടെൻഷൻ സിൻസ് 2009, 2009 തൊട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നാണ് ലെറ്ററിൽ നിങ്ങളുടെ പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക്
സെൻറ്റൻസ് ആയിട്ട് നിങ്ങളുടെ ലെറ്ററിൽ എഴുതാമെന്ന് നോക്കാം. ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2009. അപ്പോൾ സിൻസ് ഹാസ് ഹാഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? 2009 തൊട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പേഷ്യൻറ്റിന് ഇപ്പോഴും ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഹാസ് ഹാഡ് എന്ന് യൂസ് ചെയ്യുക. അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സോ ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2009 തൊട്ട് പേഷ്യൻറ്റിന് എന്താണുള്ളത്? ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. വിച്ച് മീൻസ് ടുഡേ ഓൾസോ പേഷ്യൻ്റ് ഹാസ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, സോ ഹൈപ്പർ ടെൻഷൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അതൊരു പർട്ടിക്കുലർ 2009 തൊട്ട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് ഹിസ്റ്ററി ആയിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2009. ഇനി സപ്പോസ് ഇൻ ലെറ്റർ ഇഫ് ഇറ്റ് ഇസ് ഗിവൺ GERD ആൻഡ് HTN, ഇതെങ്ങനെ എഴുതാം? ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് GERD. അതുപോലെ സപ്പോസ് ഇൻ ലെറ്റർ ഇഫ് ഇറ്റ് ഇസ് ഗിവൺ യൂട്രിൻ ഫൈബ്രോയിഡ് TAH 2016, 2016 ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു എന്നാണ് എഴുതേണ്ടത്. So she has uterine fibroid for which she underwent TAH in 2016. പേഷ്യൻറ്റിന് യൂട്രിൻ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് ഈ ഒരു പ്രൊസീജിയറിൽ 2016 ഈ ഒരു പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യേണ്ടി വന്നു. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒത്തിരി കാണാറുണ്ടല്ലേ. പേഷ്യൻറ്റിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അത് കാരണം പേഷ്യൻ്റ് ഒരു പർട്ടിക്കുലർ സർജറിയോ പ്രൊസീജിയറിലോ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതെങ്ങനെ ആൻസർ ആയിട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെ സെൻറ്റൻസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം? ഷീ ഹാസ് യൂട്രിൻ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഫോർ വിച്ച് ഷീ അണ്ടർവെൻറ്റ്, ആ ഒരു കാര്യത്തിന് അതിനെ നമ്മൾ ഫോർ വിച്ച് ആയതിനാൽ, അതുകൊണ്ട് ആ ഒരു റീസൺ കാരണം അതിനാണ് നമ്മൾ ഫോർ വിച്ച് യൂസ് ചെയ്യുന്നത്. ഫോർ വിച്ച് ഷീ അണ്ടർവെൻറ്റ് TH which is the name of the procedure in 2016. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഈ തരത്തിലുള്ള സെൻറ്റൻസസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉൾപ്പെടുത്താവുന്ന എക്സാക്ട്ലി സെൻറ്റൻസ് ഇത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സിറ്റുവേഷൻസ് മാറി വരുന്നത് മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ഉണ്ടല്ലേ, പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യും. നിങ്ങൾ ഏത് മെഡിക്കൽ പ്രൊഫഷണലിലാണോ എഴുതുന്നത് ആ പ്രൊഫഷണലിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ, പേഷ്യൻറ്റിനെ ഇങ്ങനെ സഹായിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം പേഷ്യൻറ്റിന് ആവശ്യമാണ്, ഇങ്ങനെയൊക്കെ പേഷ്യൻറ്റിന് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. ആ പാരഗ്രാഫിലുള്ള സെൻറ്റൻസസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം നോക്കാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതായത് ലാസ്റ്റ് സെൻറ്റൻസ് ഇല്ലേ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സെൻറ്റൻസ്, ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ഫോർ ദ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ആ ഒരു സെൻറ്റൻസ് എല്ലാവർക്കും അറിയാവുന്ന സെൻറ്റൻസസ് ആണ്. അതെങ്ങനെ റെക്കമെൻഡേഷൻ സെൻറ്റൻസസ് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതും നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് പൊളൈറ്റ് വേർഡ്സ് വെൽ റൈറ്റിംഗ് ദിസ് പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ അത് വളരെ പൊളൈറ്റ് ആയിട്ട് എഴുതുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കമാൻഡ് ചെയ്യരുത് ഒരിക്കലും. യു ഷുഡ് എന്ന് യൂസ് ചെയ്യരുതെന്ന് ഒത്തിരി കൺഫ്യൂഷൻസ് കാൻഡിഡേറ്റ്സിനുണ്ട്. അത് യൂസ് ചെയ്യരുതെന്നല്ല, ലെറ്റർ ത്രൂ ഔട്ട് അത് യൂസ് ചെയ്യരുതെന്നല്ല, അത് പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലെറ്ററിൽ പല ഭാഗങ്ങളിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡേഷൻ വെക്കുന്നതാണ്. സോ മേക്ക് ഷുവർ ഇറ്റ് ഈസ് മോസ്റ്റ്ലി പൊളൈറ്റ് സെൻറ്റൻസസ്. പൊളൈറ്റ് ആയിട്ട് ഈ സെൻറ്റൻസസ് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്കോർ പോകാൻ സാധ്യതയുണ്ട്. സോ എങ്ങനെ നമ്മൾക്ക് പൊളൈറ്റ് ആകാം? അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ്, നമ്മൾ എന്ത് റെക്കമെൻഡേഷനാണോ കൊടുക്കാൻ പോകുന്നത് അതിന് മുന്നേ നമ്മൾക്ക് പ്ലീസ് നോട്ട്, കൈൻഡ്ലി നോട്ട്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് വൈറ്റൽ, മിസ്റ്റർ പീറ്റർ റിക്വയേഴ്സ്, പ്ലീസ് ഓർ കൈൻഡ്ലി എഡ്യൂക്കേറ്റ്. അപ്പോൾ ഇങ്ങനെ ഇത് എല്ലാം നമ്മൾക്കുള്ള പോസിബിലിറ്റീസ് ആണ് കേട്ടോ. എന്ത് സെൻറ്റൻസ് ആണ്, അപ്പോൾ ഒത്തിരി പേരാണെങ്കിൽ സെയിം പ്ലീസ് തന്നെ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൈൻഡ്ലി തന്നെ യൂസ് ചെയ്തിട്ട് അത് തന്നെ എല്ലാ സെൻറ്റൻസിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. റെപ്പിറ്റേഷൻസ് ഒഴിവാക്കുക. നമുക്ക് ഇത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഏത് ഫ്രേസ് യൂസ് ചെയ്തും നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കമെൻഡേഷൻ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പ്ലീസ് നോട്ട് മിസ്റ്റർ ഹെംസ്വർത്ത് റിക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എഴുതാം, അല്ലെങ്കിൽ കൈൻഡ്ലി നോട്ട് മിസ്റ്റർ ഹെംസ്വർത്ത് റിക്വയേഴ്സ് കണ്ടിന്യൂസ് മോണിറ്ററിങ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മിസ്റ്റർ ഹെംസ്വർത്ത് to have a continuous monitoring, അല്ലെങ്കിൽ it is very vital, അല്ലെങ്കിൽ it is vital for the patient to have a continuous monitoring, അല്ലെങ്കിൽ Mr. Peter requires continuous monitoring, or please or kindly educate him about the importance of following the medication. അങ്ങനെ എന്ത് റെക്കമെൻഡേഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾക്ക് ഈ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേസസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരിക്കലും സെയിം ഫ്രേസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. ഇത്രത്തോളം നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിലേത് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കമെൻഡേഷൻ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കൈൻഡ്ലി മോഡിഫൈ, പ്ലീസ് അറേഞ്ച്, ഇറ്റ് ഈസ് എസെൻഷ്യൽ, കൈൻഡ്ലി എക്സ്പ്ലെയിൻ. കണ്ടോ, ഇത് അതിൻ്റെ കൂടെ തന്നെ വരുന്ന കുറച്ച് ഫ്രേസസ് ആണ്. നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാം.
പ്ലീസ് അറേഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലീസ് അറേഞ്ച് ഓൺഗോയിങ് മെഡിക്കൽ സപ്പോർട്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്ലീസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മിസ്റ്റർ ഹെംസ്വർത്ത് ടു ഹാവ് എ മോണിറ്ററിങ് ഓർ കണ്ടിന്യൂസ് മോണിറ്ററിങ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൈൻഡ്ലി എക്സ്പ്ലെയിൻ ഹിം അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് ദ മെഡിക്കേഷൻ. കൈൻഡ്ലി എക്സ്പ്ലെയിൻ എന്നുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പേഷ്യൻറ്റിനോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് നിങ്ങൾ ഈ മെഡിക്കൽ പ്രൊഫഷണലിനോട് റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? പ്ലീസ് നോട്ട് യൂസ് ചെയ്യാം, കൈൻഡ്ലി നോട്ട് യൂസ് ചെയ്യാം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് തുടങ്ങാം. റെക്കമെൻഡേഷൻ സെൻറ്റൻസസ് എഴുതുമ്പോൾ ഇതിലേതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് വെരി വൈറ്റൽ, മിസ്റ്റർ പീറ്റർ റിക്വയർസ്, പ്ലീസ് കൈൻഡ്ലി എഡ്യൂക്കേറ്റ്, ഓ പ്ലീസ് അറേഞ്ച്, ഇറ്റ് ഈസ് എസെൻഷ്യൽ, കൈൻഡ്ലി എക്സ്പ്ലെയിൻ. ഇതേത് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പോസിബിലിറ്റീസ് ഉള്ളപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്ന കാര്യമാണ് ഒരു വാക്കിന് പ്ലീസോ കൈൻഡ്ലിയോ തന്നെ വീണ്ടും 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 യൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ യൂസ് ചെയ്യാതെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ, പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കമെൻഡേഷൻ സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ നെവർ ഫൊർഗെറ്റ് യുവർ റെക്കമെൻഡേഷൻ സെൻറ്റൻസസ് ഷുഡ് ബി വെരി പൊളൈറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലെറ്ററിനെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെറ്ററിൽ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.